പൂക്കളമൊരുക്കിയും ഓണക്കളികളിൽ പങ്കെടുത്തും ഓണസദ്യ ഒരുക്കിയും പുഞ്ചിരി നിറഞ്ഞ മനസ്സുകളോടെ ഓണത്തെ വരവേൽക്കുകയാണ് ചെർപ്പുളശ്ശേരി ഉണർവ് ഡേ കെയർ സെന്ററിലെ കുട്ടികൾ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്കും പരിചരണത്തിനുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഉണർവ് ഡേ കെയർ സെന്റർ. ഓണാഘോഷത്തിൽ കുട്ടികൾക്കായി വിവിധ പരിപാടികളാണ് ഒരുക്കിയത്. പൂക്കളമൊരുക്കലും ഓണക്കളികളും ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ സന്തോഷവും കുട്ടികളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് പരിപാടികൾ ഒരുക്കിയത്. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണസദ്യയും ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി. കഴിവുകൾക്ക് പരിമിതിയില്ലെന്ന് തെളിയിക്കുന്ന നിരവധി കാഴ്ചകൾക്കും ഈ ഓണാഘോഷം വേദിയായി. ഓണാഘോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ആദ്യമേ ഓണാശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഉണർവിലെ കുട്ടികളോടുകൂടി നഗരസഭയിലെ കൗൺസിലർമാർ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ ഓണാഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. കലാപരിപാടികളും അതുപോലെ തന്നെ മറ്റു വിവിധങ്ങളായ പരിപാടികളാണ് ഇവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഭക്ഷണം കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളുടെ കൂടെ ഓണാഘോഷിച്ചു. ഉണർവിലെ എന്ത് പരിപാടിക്കും ഉണർവിലെ നമ്മുടെ സ്വയംപ്രഭ വിളിച്ചാൽ ആദ്യം ഞങ്ങൾ ഓടിയെത്തും. എന്തുകൊണ്ടാണ് അങ്ങനെ ഓടിയെത്തണേ? ഉണർവിൽ വരുന്ന കുട്ടികളെ അവനാൻ്റെ കുട്ടികളെ പോലെ വളരെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു സ്ഥാപനമാണ് ചെർപ്പുളശ്ശേരിയിലെ ഉണർവ് എന്നത്. വളരെ സുതാര്യമായി സത്യസന്ധതയോട് കൂടിയിട്ട് നമുക്കറിയാം ആ കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടതാണ്. നഗരസഭ പരമാവധി ചേർത്ത് പിടിക്കുന്നു. അതുപോലെ ഉണർവ്, അതുപോലത്തെ എല്ലാ സംരംഭങ്ങൾ ചേർത്ത് പിടിക്കുന്നു. നഗരസഭയുടെ തന്നെ ഒരു ഓട്ടിസം സ്കൂളുണ്ട്, അതും നന്നായിട്ട് ചേർത്ത് പിടിക്കണം. അവർക്ക് എന്ത് കൊടുത്താലും നമുക്ക് മതിയാവില്ല. സത്യത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഈ പലതും കൊടുക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട എല്ലാ വിഭാഗം, നേരത്തെ ജംസി പറഞ്ഞ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും വളരെ സന്തോഷത്തോടു കൂടി ഓണാശംസകൾ ആദ്യമേ നേരുന്നു. അതിലുപരി ഓണത്തിൻ്റെ പരിപാടിയിൽ ഓണസദ്യ സമൃദ്ധിയായിട്ട് നമ്മുടെ കുട്ടികളൊപ്പം കഴിക്കാൻ വന്നത് ഉണർവിൻ്റെ ആദ്യത്തെ മറ്റേതാണ്. ഏറെ സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉണർവിലെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉണർവ് സ്കൂളുമായി ഇതിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എല്ലാ വർഷവും ഇവരുടെ എല്ലാ ആഘോഷങ്ങളിലും കഴിയുന്നത്ര പങ്കെടുക്കാറുണ്ട്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം വളരെ മാതൃകാപരമായ ഒരു വിദ്യാലയം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരം കുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ് ഈ വിദ്യാലയം. ഇതിൻ്റെ ഭാവിയിലും നല്ല വളർച്ചയും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉണർവിലെ കുട്ടികൾക്കായി മുരളി ഓട്ടുകളത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി സമ്മാനിച്ചതും കുട്ടികളെ സന്തോഷത്തിലാഴ്ത്തി. നമ്മുടെ ചെർപ്പുളശ്ശേരിയിലെ ഉണർവ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ വരവുണ്ട്, കാണലുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇവരായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യലുണ്ട്. ഇപ്പോൾ ഭാഗ്യവശാൽ എനിക്ക് ഇവിടുത്തെ ആഗസ്റ്റ് 15 സെലിബ്രേഷനും ഓണത്തിൻ്റെ സെലിബ്രേഷനും പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ, ആഗസ്റ്റ് 15 സെലിബ്രേഷൻ ആയാലും ഞാൻ ഒരുപാട് സർപ്രൈസായി പോയി. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഓരോരുത്തരുടെയും കഴിവ് അത് നമുക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ തന്നെ ഇവരെ ഈ പ്രോഗ്രാമിലേക്കൊക്കെ അവരെ മോൾഡ് ചെയ്തെടുത്ത ടീച്ചേഴ്സിൻ്റെ ആ ഒരു വലിയൊരു കഴിവും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. വളരെ വലിയൊരു കൂട്ടായ്മയാണ്. അതുപോലെ ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടികളായാലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല ഓണം എന്ന് പറയുന്നതിൻ്റെ എല്ലാവിധ അർത്ഥസത്യങ്ങളും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഓണം നടക്കുന്നത്. ഓണത്തിൻ്റെ നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു. എല്ലാം വളരെ നന്നായിരുന്നു. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു കൂട്ടായ്മയും അവരെല്ലാവരോടും ഒരുമിപ്പിച്ചിട്ട് ഈ ഒരു സംരംഭം, ഒരു ഉണർവ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം നന്നായിട്ട് വിജയിപ്പിച്ച് പോകുന്നുണ്ട്. വളരെ നല്ലൊരു ഇതാണ് ഇവിടെ നടക്കുന്നത്. നല്ലൊരു കൂട്ടായ്മയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ കുട്ടികളെന്നല്ല, ഇവിടെ എല്ലാ മുതിർന്നവരെല്ലാവരും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും കഴിവ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു. ഹാപ്പി ഓണം എല്ലാവരും. കുട്ടികൾക്ക് ആഘോഷത്തിന്റെ സന്തോഷം പകരുന്നതിനൊപ്പം അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്താനുമുള്ള അവസരം കൂടിയാണ് ഇത്തരം ആഘോഷങ്ങൾ ഒരുക്കുന്നത്. ഒരുമിച്ച് ചിരിക്കാനും കളിക്കാനും ആഘോഷിക്കാനും കഴിയുമ്പോഴാണ് ഓണം കൂടുതൽ മനോഹരമാകുന്നത്. ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉണർവ് ഡേ കെയർ ഭാരവാഹി സ്വയംപ്രഭ നന്ദിയും സ്നേഹവും അറിയിച്ചു. കഴിഞ്ഞ വർഷം നമ്മളെ ഉണർവ് പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു ആഘോഷം ഉണ്ടായില്ല. ഈ വർഷം നമ്മൾ മാക്സിമം എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വന്ന് ഓണസദ്യയിലൊക്കെ പങ്കെടുപ്പിച്ച് കുട്ടികളുടെ ഒരുപാട് കലാപരിപാടികൾ, ഗെയിംസ് ഇനങ്ങൾ, പാട്ട്, ഡാൻസ് പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓണസദ്യക്കായാലും ഓണപ്പട, കുട്ടികൾക്ക് എല്ലാവർക്കും ഓണപ്പട, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഉണർവിൻ്റെ ഓണാശംസകളും നന്ദി അറിയിക്കുന്നു. സ്നേഹവും കരുതലും ചേർന്ന ഈ ഓണാഘോഷം കുട്ടികളുടെ മുഖത്ത് വിരിയിച്ച പുഞ്ചിരികൾക്കൊപ്പം ഒരു മനോഹര ഓർമ്മയായി മാറുകയാണ്. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.